പ്രിയരെ നമസ്കാരം. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 വളരെ സമുചിതമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ ആചരിക്കാറുണ്ട്. പക്ഷേ മനുഷ്യാവകാശങ്ങൾ എത്രത്തോളം ഹനിക്കപ്പെടുന്നു എന്നത് ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള ചർച്ചയായിട്ട് നമുക്ക് ഏവർക്കും സജീവമായിട്ട് നിലനിർത്തേണ്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുന്നിൽ തന്നെ ഗസയിലെ നിരപരാധികളുടെ മനുഷ്യാവകാശങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അവരുടെ ചെയ്തി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ യാതൊരു അറപ്പും വെറുപ്പുമില്ലാതെ ചില ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും അതിനെതിരെ ശബ്ദമുയർത്തുകയും അതിനെതിരെയുള്ള ചർച്ചകൾ, മനുഷ്യാവകാശങ്ങൾക്ക് അനുകൂലമായ ചർച്ചകൾ വരുത്തുകയും ഈ ദിനത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ സംബന്ധിയായ ചില ചർച്ചകൾ നടത്താൻ, ചില സംശയ നിവാരണങ്ങൾക്കായിട്ട്, ചില വർത്തമാനങ്ങൾക്കായിട്ട് ഞാൻ എത്തി നിൽക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള ഷിബു. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. നമുക്ക് നോക്കാം. കുറച്ച് വൈകി എന്നാലും എത്തിയിട്ടുണ്ട്. നമുക്ക് സംസാരിച്ചു തുടങ്ങാം. സാർ, എന്തായാലും നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഡേ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളെന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് എൻ്റെ നാട്ടുവെളിച്ചത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ, ചില ആശങ്കകൾ പങ്കുവെക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള വിശ്വാസത്തിലാണ്. ലൈക്കോ ഷെയറോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ ഒന്നും മോഹിക്കുന്ന ആളല്ല ഞാൻ. ഇത് അവതരിപ്പിക്കാനുള്ള ഒരു മീഡിയ എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ വിഷയത്തിലേക്ക് വന്നാൽ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ 10 ആഗോളതലമായിട്ട് ആചരിച്ചു വരികയാണ്. ഹ്യൂമൻ റൈറ്റ്സ് ഡേയെ സംബന്ധിച്ചിട്ട് അത് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്, എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാൽ എന്ത്, ഇതൊക്കെ ലളിതമായ ചോദ്യമാണ്. എന്നാലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുങ്ങിയ രീതിയിലാണ് ഉത്തരം പറയുന്നത്. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ് ഒന്ന്, അത് എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ്, എവിടെയുമല്ല അത് ബാധകം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇതോട് ബന്ധപ്പെട്ട ചോദ്യം ഒന്നിച്ച് പറയുന്നത്, മനുഷ്യാവകാശ ദിനം വെറും ഒരു ആചരണം മാത്രമായി ഒതുങ്ങുന്നുണ്ടോ? ഈ 2-3 ചോദ്യങ്ങൾക്ക് ചുരുക്കി ഒന്ന് ഉത്തരം പറഞ്ഞാൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വലിയ ഒരു നിമിത്തമാവും. ഈ ഡിസംബർ 10 എന്ന് പറയുന്നത് 1948 ഡിസംബർ 10 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതിനെ ചുരുക്കിയിട്ട് UDHR എന്നാണ് പറയുക. അത് ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുകയും ലോകത്തിന് വേണ്ടി അത് അവതരിപ്പിക്കുകയും ഐക്യരാഷ്ട്ര സംഘടനയിൽ ഭാഗഭാക്കായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതാണ് ഈ ഡിസംബർ 10 പ്രാധാന്യം. 1948 അത്തരം ഒരു ഡിക്ലറേഷൻ ഉണ്ടാവുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. 1939 മുതൽ 1945 വരെ നീണ്ടുപോയ രണ്ടാം ലോക മഹായുദ്ധത്തെ സംബന്ധിച്ച് ഈ മനുഷ്യര് എത്രമാത്രം ക്രൂരന്മാരാണ് എന്ന് ലോകത്തിന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒന്നാണ് രണ്ടാം ലോക മഹായുദ്ധം. ലോകമഹായുദ്ധത്തിന് മുമ്പ് ജർമ്മനിയിലും ഇറ്റലിയിലും ഫാസിസ്റ്റുകളും നാസിസ്റ്റുകളും അവരുടെ രാജ്യത്തുള്ള വംശീയമായ ന്യൂനപക്ഷങ്ങളോട് കാണിച്ചിട്ടുള്ള ക്രൂരത നമുക്കറിയാം. ഹോളോകാസ്റ്റ് പോലുള്ള വലിയ ദുരന്തങ്ങളും വലിയ അക്രമങ്ങളും കണ്ടുകൊണ്ടാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് പിന്നീട് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ സംഭവിക്കുന്നത്, അവസാനം 1945 യുദ്ധം അവസാനിക്കുമ്പോൾ 2.5 കോടി മനുഷ്യർ മരിച്ചു എന്നാണ് പറയുന്നത്. ഏകദേശം 50 ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3-4 കോടി പേര് ഭവനരഹിതരായിട്ടുണ്ട്. അത്രയും ആളുകൾ അഭയാർത്ഥികളുമായിട്ടുണ്ട്. ഈ ക്രൂരതയുടെ പശ്ചാത്തലത്തിലാണ് മനുഷ്യൻ എത്രത്തോളം ജനാധിപത്യപരമായി ജീവിക്കേണ്ടതുണ്ട്, ഒരു മനുഷ്യന് അന്തസ്സോടെ, അഭിമാനത്തോടെ, സൗഹൃദത്തോടെ, സ്നേഹത്തോടെ എങ്ങനെ ജീവിച്ചു പോകാൻ കഴിയും. അത്തരം ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഒരു രാജ്യം അതിന്റെ പൗരനോട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് വാസ്തവത്തിൽ UDHR-ൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇത് ഈ 1948 ഈ അന്തർദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാവുമ്പോൾ അത് ഓളൊറ്റ സഡൻലി, ഞാൻ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു നിയമം ലോകരാജ്യങ്ങൾക്കെല്ലാം ബാധകമാക്കണം എന്നൊരു ധാരണ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇത് ഓൾ അറ്റ് എ സഡൻ ഒരു വർഷം കൊണ്ടുണ്ടാവുന്ന ഒരു പ്രോസസ് അല്ല.
ലോകത്തെല്ലായിടത്തും മനുഷ്യര് നല്ല പോലെയാണ് ജീവിക്കേണ്ടത്, അന്തസ്സോടെയാണ് ജീവിക്കേണ്ടത്, അക്രമം വെടിഞ്ഞാണ് ജീവിക്കേണ്ടത് എന്ന് കരുതുന്ന ധാരാളം വ്യക്തികളും പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ അന്തർദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ കാണാനായിട്ട്. നമുക്കറിയാം, മനുഷ്യരാശി ആദ്യഘട്ടങ്ങളിൽ നാടോടികളായിട്ടും പിന്നീട് ഗോത്ര സ്വഭാവത്തോടെ ജീവിച്ചും പിന്നീട് ദേശരാഷ്ട്രങ്ങൾ രൂപീകരിച്ചും അങ്ങനെ ഒരു രാജ്യഭരണം, അതായത് ഫ്യൂഡൽ സമൂഹം നിലനിൽക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒരു ഭരണക്രമം നിലനിർത്താൻ അതിനാവശ്യമായ ബലപ്രയോഗങ്ങളും ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും രാജാക്കന്മാരുടെ ഭരണകാലത്ത് വലിയ അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, വലിയ പ്രതിരോധങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങൾ. അക്കാര്യത്തിൽ യൂറോപ്പ് വളരെ മുൻപന്തിയിലാണ്. അവിടുത്തെ ജനത കുറെ കൂടി അഗ്രസീവായ ഒരു ജനതയാണ്. അതിന് ഇന്ന് ലോകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായക തീരുമാനം എന്ന് പറയുന്നത് AD 1215 ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള മാഗ്ന കാർട്ടയാണ്. അപ്പൊ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, വളരെ ഒരു ദുർഭരണം നടത്തിക്കൊണ്ടിരുന്ന ഇംഗ്ലണ്ടിലെ ജോൺ രാജാവിനെതിരെ അവിടുത്തെ ജനങ്ങൾ സംഘടിക്കുകയും ഒരുപാട് മനുഷ്യർക്ക് അവകാശങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നിയമത്തിന്റെ ഒരു കരട് രൂപം, അതാണ് മാഗ്ന കാർട്ട. അതിന് ഒപ്പുവെക്കാൻ ജോൺ രാജാവ് നിർബന്ധിതനായി. അത് AD 1215 ഒരു 3-4 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന്, രാജാവിന് ഏകപക്ഷീയമായിട്ട് ഭരിക്കാൻ അധികാരമില്ല. ജനങ്ങളുടെ പ്രതിനിധികൾ നിയന്ത്രിക്കുന്ന കൗൺസിലുകളുടെ ശുപാർശയ്ക്കനുസരിച്ച് മാത്രമാണ് രാജാവിന് ഭരിക്കാൻ അധികാരമുള്ളത്. അതിന് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന നികുതി അടക്കമുള്ള എന്ത് കാര്യം തീരുമാനിക്കുന്നതും ജനഹിതം കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ അതിലെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യർക്കും കൃത്യമായി വിചാരണ ലഭിക്കണം. വിചാരണ ഇല്ലാത്ത ശിക്ഷ അനുവദനീയമല്ല. അതിന്റെ നാലാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കരുതേണ്ടത്, രാജാവ് പോലും ഈ നിയമത്തിനും വിചാരണയ്ക്ക് കീഴ്പ്പെടണം എന്നുള്ളതാണ്. ഇതാണ് മാഗ്ന കാർട്ട. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു നിയമമാണ് ആ മാഗ്ന കാർട്ട. അപ്പോ അതിന്നാണ് വാസ്തവത്തിൽ ലോകത്ത് മനുഷ്യർക്ക് ഇത്രയൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്നും ഈ രാജാധികാരം എന്ന് പറയുന്നത് ദൈവദത്തമായ ഒരു അധികാരമൊന്നും അല്ല എന്നും ഇതിലൊരു ധാരണ ലോകത്തെ രാജ്യങ്ങൾക്ക് കിട്ടുന്നത് ആ കാലഘട്ടത്തിലാണ്. അതിനെ തുടർന്ന് നമുക്ക് പിന്നെ നോക്കിയാൽ നമുക്കറിയാം, ഈ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമാണ് ലോകത്ത് കാണാനായിട്ട് നമുക്ക് കഴിയുക. അത് AD 1698 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ ഇതാണ് പറയുന്നത്, ഒരു വ്യക്തിയെയും അനാവശ്യമായി പീഡിപ്പിക്കാനോ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ ശിക്ഷിക്കാനോ ഒരു സർക്കാരിനും അധികാരമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയറിയാം, AD 1766 അമേരിക്കൻ പാർലമെന്റിൽ വന്നിട്ടുള്ള ഒരു ബില്ല് പറയുന്നത്, ഒരു മനുഷ്യന് അന്തസ്സോടെ സമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കാൻ അധികാരമുണ്ടെന്നുള്ളതാണ്. അതിന്റെയൊക്കെ ലോക ചരിത്രത്തിൽ വലിയ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണ് AD 1789 മുതൽ AD 1800 വരെ നീണ്ടുനിന്ന ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം ലോക ചരിത്രത്തെ രണ്ടാക്കി തിരിച്ചതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ്, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം. ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നത് വളരെ അധികാര ദുർവിനിയോഗം നടത്തി സുഖലോലുപതിയിൽ ജീവിക്കുന്ന ലൂയി 14 കുടുംബം, അവര് ജനങ്ങളുടെ ദുരിതം അറിയുന്നില്ല. അവർക്ക് തോന്നിയതുപോലെ ഭരിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമം അവർ ഉറപ്പുവരുത്തുന്നില്ല. ഈ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ ആദ്യകാലത്തെ പ്രക്ഷോഭത്തില് അവിടെ ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യം എന്നുള്ളത്, അപ്പോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തില് ജനം പറഞ്ഞത്, ഞങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം വേണം. അങ്ങനെയാണ് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അതായത് രാജാവിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രഭുസഭ, അവിടെ ഒരു സാധാരണക്കാരുടെ ഒരു സഭ, അങ്ങനെ ഈ എസ്റ്റേറ്റുകളുടെ എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ വിവിധ രൂപങ്ങളുടെ ശുപാർശയോടുകൂടി മാത്രമാണ് രാജാവിന് ഭരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതന്നെ അറിയാം, ഈ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം. ആ ഫ്രഞ്ച് വിപ്ലവം ഒരു വിജയിച്ച വിപ്ലവമാണ് എന്ന് പറയുന്നതിന് പകരം ലോക ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് യൂറോപ്പിലൊക്കെ വ്യക്തിത്വം, മനുഷ്യരുടെ അവകാശങ്ങൾ, മനുഷ്യരുടെ അവകാശങ്ങൾക്കുള്ള പ്രാധാന്യം, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നിരന്തരമായി വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം നമുക്ക് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള രാജ്യങ്ങളിൽ ഒരു ഏകോപനം വന്നു. ആ സമയത്തും മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ച നടന്നു. ആ ചർച്ച നടന്നുവെന്ന് പറയുമെങ്കിലും പിന്നീട് പതിയെ ഈ ലോകം ഒരു രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക്,
കടന്നു വരികയും ആ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ദുരന്തമാണ് ഞാൻ ആദ്യ സമയത്ത് വിശദീകരിച്ചത്. അങ്ങനെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഇനിയെങ്കിലും മനുഷ്യർക്ക് സമാധാനത്തോടെ, അന്തസ്സോടെ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്നൊരു ധാരണ ലോക സമൂഹത്തിൽ രൂപപ്പെടുകയും ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 ജനുവരി 10 ഉണ്ടാകുന്നത്. ഇതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് ബ്രീഫായി പറയാവുന്ന ഒരു കാര്യം. സാർ, അപ്പോൾ എന്തായാലും നല്ല ഒരു വിശദീകരണമാണ് തന്നത്. ഹ്യൂമൻ റൈറ്റ്സിന്റെ ആവിർഭാവം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു തന്നു. നമ്മുടെ ഇന്ത്യ ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഇന്റർനാഷണൽ കരാറിൽ എപ്പോഴാണ് പങ്കാളിയായത് ഒപ്പുവെച്ചത്? 1947 ആഗസ്റ്റ് 15 ഇന്ത്യ അധികാരത്തിൽ വരുന്ന സമയം മുതൽ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിലും ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നിർണായക റോളുള്ള ആളായിരുന്നു സോഷ്യലിസ്റ്റ് ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ ഈ ഡിക്ലറേഷനിൽ തന്നെ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ അതിനോട് കൂടെയുണ്ട്. സാർ, അപ്പൊ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മുടെ മനുഷ്യാവകാശത്തിനെ സംബന്ധിച്ചിട്ടുള്ള വല്ലാത്ത ആശങ്കകൾ നിലനിൽക്കുകയാണ് ഇന്റർനാഷണൽ ബേസിലടക്കം. ചുരുക്കി പറഞ്ഞാൽ ഒരു 15 വർഷത്തിന്റെ കാലഘട്ടത്തിനകത്ത് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും കേരളത്തിന്റെ പ്രാദേശിക തലത്തിലും ഈ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായ അന്തരങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പൊ നിലവിൽ നൗ ഇൻ കണ്ടീഷൻ ഓഫ് ദിസ് ഏജ്, ഈ രണ്ട് തരങ്ങളെ എങ്ങനെ കമ്പയർ ചെയ്യാം സാർ, ചുരുക്കി പറഞ്ഞാൽ? മനുഷ്യാവകാശമായാലും മനുഷ്യനായ ബന്ധപ്പെട്ട ഏതൊരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് സാധ്യമല്ല. അതായത് നമ്മുടെ രാജ്യത്ത് പൗരസ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മുടെ ഈ രാജ്യത്ത് ജനാധിപത്യം നിലവിലുണ്ടോ എന്ന ചോദ്യമാണ് വാസ്തവത്തിൽ ഉണ്ടാവേണ്ടത്. അതിന്റെ കാര്യം, ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് പൗരസ്വാതന്ത്ര്യം ഉണ്ടോ? ഈ രാജ്യത്ത് ജനാധിപത്യം ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് പൗരസ്വാതന്ത്ര്യമില്ല. ഒരു ചോദ്യം ഞാൻ സാറോട് മടക്കി ചോദിക്കാം. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തില് നമ്മൾ പറയുന്നത്, ഇന്ത്യക്കാരായ നമ്മൾ ഈ ഭരണഘടന നിർമ്മിക്കുകയും നമ്മൾക്ക് തന്നെ തരികയും ചെയ്തിരിക്കുന്നു എന്നാണ്. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്നവരാണ് ഇന്ത്യക്കാർ. ഇങ്ങനെ നമ്മൾ പറയുകയും പക്ഷെ പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുകയും ഒരു മതത്തിന് പൗരത്വം അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ജനാധിപത്യ മാർഗത്തിലാണോ ജനാധിപത്യം അല്ലാത്ത മാർഗത്തിലാണോ നമ്മളാണ് ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യയിൽ പൗരസ്വാതന്ത്ര്യം റദ്ദ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നു എന്നാണ്. ഇന്റർനാഷണൽ ബേസിൽ പഴയ കാലത്തെ മനുഷ്യാവകാശ ഇടപെടലുകളും ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ള എങ്ങനെ വിലയിരുത്താം? 1990-കളില് സോവിയറ്റ് യൂണിയൻ പതിക്കുന്നത് വരെ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 2 ബലാബല ചേരിയുണ്ട്. ഒന്ന് അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ ശക്തികൾ നയിക്കുന്ന ഒരു ചേരിയും അത് അപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ നിയന്ത്രിക്കുന്ന ഒരു ചേരിയും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു സ്ഥലത്ത് ഒരു ബലം വേറെയുണ്ട്. പക്ഷെ 1990-കൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, അമേരിക്ക ലോകത്തിന്റെ ഒരു പോലീസായി മാറുകയും അമേരിക്കയും അമേരിക്കയുടെ കൂട്ടാളികളും അവരുടെ ബിസിനസ് താല്പര്യത്തിന് ഏത് രാജ്യത്തിന് മേലെ കുതിര കയറാനും, ഏത് രാജ്യത്തിനെ ആക്രമിക്കാനും, ഏത് രാജ്യത്തെ കൂട്ടിച്ചേർക്കാനും, ഏത് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാനും അവർ നടത്തുന്ന ശ്രമങ്ങൾ പ്രതിരോധിക്കപ്പെടുന്നില്ല എന്നതാണ് ലോക രാഷ്ട്രീയത്തിൽ സംഭവിച്ചൊരു മാറ്റം. ഇപ്പോൾ നമുക്കറിയാം, ഇറാഖില് സദാം ഹുസൈൻ മോശം ഭരണാധികാരിയാണെന്ന് ഇറാഖിലെ പൗരന്മാരല്ല പറയുന്നത്, അമേരിക്ക പറയുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിയറിയാം, ഇപ്പൊ ഉക്രൈൻ മര്യാദയ്ക്ക് മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിക്കുന്നത്, ഉക്രൈൻ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് റഷ്യയാണ് പറയുന്നത്. അവിടുത്തെ ഭരണത്തിനെതിരെ ഉക്രൈനിലെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇസ്രയേലിനെ പോലെ തന്നെ ചരിത്രപരമായി നിലനിൽപ്പുള്ള പലസ്തീൻ എന്നൊരു ജനതയോട് ഒരു ഉപാധികളില്ലാതെ ആക്രമണിച്ചു വിടുകയാണ്. ഒരു ഉപാധികളുമില്ല. ഏകദേശം 1 വർഷത്തോളമായി തുടരുന്ന അക്രമത്തില് മരണസംഖ്യ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 1.5 ലക്ഷം ആണെങ്കിൽ അതിന്റെയൊക്കെ എത്രയോ മടങ്ങധികം നാശനഷ്ടങ്ങൾ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യം ഇതേ ഉള്ളൂ, ലോകക്രമത്തിൽ ഒരു ബലാബലച്ചേരി ഇല്ലാതാവുകയും ഏകപക്ഷീയമായിട്ട് അമേരിക്കയ്ക്കും അമേരിക്കയുടെ കൂട്ടാളികൾക്കും അവരുടെ രാജ്യത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും ആക്രമിക്കാനും ആരെയും വരുതിയിലാക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ലോക രാഷ്ട്രീയത്തിലുണ്ട് എന്നതാണ് ആ വന്ന മാറ്റം. ആ ഗതികേട് ലോക ജനത സഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ സർ, ചുരുക്കത്തിൽ പറഞ്ഞാല് ഇന്റർനാഷണൽ ബേസിൽ മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചുരുക്കി വിലയിരുത്താം. അപ്പൊ എനിക്ക് അടുത്ത ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം, ഈ പൊതുവായ അനുഭവങ്ങളിൽ നിന്ന്, സാറിൻ്റെയൊക്കെ പൊതുവായ പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സാറിന് കിട്ടിയ ഇൻഫർമേഷനിൽ നിന്നും ഈ മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതിനുള്ള എത്ര തർക്കമില്ല. അതുകൊണ്ടാണ് ഈ ആചരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഏതെല്ലാം ഘട്ടങ്ങളിലാണ്, അതിൽ പ്രധാനമായിട്ട് ആർക്കെല്ലാമാണ് മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെടുന്നത്? പ്രത്യേകിച്ച് മതത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഉച്ചനീചത്തിന്റെ പ്രശ്നം, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ കേടും പിടിയും ഒക്കെ, ഇങ്ങനെ പല തലങ്ങളിൽ ജനങ്ങളുണ്ട്. ഇതിൽ ഏത് വിഭാഗത്തിനാണ് മനുഷ്യാവകാശങ്ങൾ പൊതുവെ ഹനിക്കപ്പെടുന്നത്? അത് ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഉണ്ടാകുക? നമ്മുടെ ഇന്ത്യയുടെ രാജ്യശില്പികളും നമ്മുടെ ഭരണഘടനയുമെല്ലാം ഇന്ത്യയെ വിഭാവനം ചെയ്തിട്ടുള്ളത് നമുക്ക് അതിന്റെ പ്രിയാമ്പിൾ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം. ഇന്ത്യ ഈസ് എ സോഷ്യലിസ്റ്റ്, സെക്യുലർ, സോവറിൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ആ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു രാജ്യമാണ്. ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് തുറന്നു പ്രഖ്യാപിക്കുകയും ഞങ്ങൾക്ക് ഒരു ഹിന്ദു മതാധിഷ്ഠിത രാജ്യമാണ് വേണ്ടത് എന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഏറ്റവും അധികം മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതും വളരെ അനിശ്ചിതമായ ഭാവിയോടുകൂടി ജീവിക്കുന്നതും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങളിൽ തന്നെ വിശിഷ്യ മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, ദളിത്തുകള്, ആദിവാസികള്, ഈ 4 വിഭാഗം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ രാജ്യം ഒരു ഹിന്ദു മുൻവിധിയോടുകൂടി നീങ്ങുമ്പോൾ ഇതൊന്നും കുറ്റകൃത്യമായി പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഗുജറാത്തില് നടന്ന കലാപത്തില് 2000-ലധികം മുസ്ലിങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത്. ഒരു 20,000-ലധികം പേരാണ് പലായനം ചെയ്യപ്പെട്ടത്. പക്ഷെ അത് ചെയ്തവരെ നമ്മൾ തീവ്രവാദികളായിട്ട് പരിഗണിക്കുന്നില്ല. അവരെ നമ്മൾ രാജ്യസ്നേഹികളായിട്ടാണ് പരിഗണിക്കുന്നത്. അതിന് കാര്യം ഈ രാജ്യത്തിന് മതപരമായ മുൻവിധികളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ മണിപ്പൂരിൽ നടക്കുന്ന കാര്യം നമുക്ക് നോക്കിയാൽ അറിയാം. അവിടുത്തെ ക്രിസ്ത്യൻ വംശജരായിട്ടുള്ള കുക്കി സമുദായക്കാര് അവര് ഒരു തരത്തിൽ നിന്നല്ല ആക്രമണം നേരിടുന്നത്. മെയ്തൈ വിഭാഗക്കാർ മാത്രമല്ല അവരെ ആക്രമിക്കുന്നത്, രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി പോലീസ് അവരെ ആക്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അർദ്ധസൈനിക വിഭാഗങ്ങളുടെ യന്ത്രത്തോക്കുകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് മെയ്തൈ അക്രമികള് ഈ ന്യൂനപക്ഷത്തെ വേട്ടയാടുകയും അതിന് അവിടെ ഭരിക്കുന്ന സർക്കാർ കൂട്ടുനിൽക്കുകയും ചെയ്യുകയാണ്. ഇത് ഇന്ത്യയിൽ 2014 മുതൽ ഈ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളാണ് ക്രൂരമായിട്ട് വേട്ടയാടപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും അവരുടെ പൗരസ്വാതന്ത്ര്യങ്ങളാണ് തച്ചു തകർക്കപ്പെടുന്നത്. അപ്പൊ സാർ, ഞാൻ ഇനി അടുത്ത ഒരു നല്ലൊരു കാറ്റുള്ള സ്ഥലം, നല്ല രസമുണ്ട്, അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും പറ്റിയ ഒരു ഇടം എന്ന് തന്നെ പറയാം. എൻ്റെ അടുത്ത ഒരു ചോദ്യം, ഈ അധികാരി വർഗങ്ങളിൽ നിന്നുള്ള സാധാരണ മനുഷ്യരുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെയാണ് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് ശരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ എങ്കിലും അവരുടെ ഉത്തമ വിശ്വാസത്തോടുള്ള പ്രവൃത്തികളുണ്ട്. അത് മനുഷ്യാവകാശ പ്രശ്നത്തിൽ സംരക്ഷണത്തിൽ നിന്നും പുറത്താകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഉദാഹരണത്തിന്, പോലീസ് വളരെ ഇൻ ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അത് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും അല്ലെങ്കിൽ പ്രവർത്തകരുടെയും മുന്നിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു ഗതികളിലേക്ക് എത്തുന്ന ഒരു സവിശേഷത ഇവിടെ കാണുന്നുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, മനുഷ്യാവകാശത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് ചിലപ്പോൾ ഇൻ ഗുഡ് ഫെയ്ത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ തലങ്ങളിൽ വരുന്നവർക്കില്ലേ? അതിനെ എങ്ങനെ നേരിടാം? ഇത് 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, പൗരസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യക്കാർക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം, ജനാധിപത്യത്തിൽ രഹസ്യങ്ങൾക്കൊരു സ്ഥാനമില്ല എന്നുള്ളതാണ്. രഹസ്യമായിട്ടൊന്നും ജനാധിപത്യത്തിൽ ഉൾപ്പെടുന്നില്ല. അങ്ങനെ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധിയെ കാണുമ്പോൾ പിന്നെ മുണ്ടഴിച്ചിട്ട് ഭയപ്പെടുന്നവരാണ് നമ്മൾ. ഒരു വില്ലേജ് ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നമ്മളുടെ ഒരു സേവകനാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം വില്ലേജ് ഓഫീസിന് പുറത്ത് ചെരുപ്പഴിച്ചു വെച്ച് തൊഴു കൈയോടുകൂടി അപേക്ഷ എഴുതുമ്പോൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു സാർ എന്ന് എഴുതുന്ന ഗതികേടിലുള്ള ഒരു രാജ്യത്ത്, ജനാധിപത്യത്തിന്റെ വൈരുദ്ധ്യം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരം ഒരു രാജ്യത്ത് എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത്തരം അധികാരങ്ങളെല്ലാം ദുർവിനിയോഗം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ടാണ് ഈ പോലീസ് പോലുള്ള ആളുകളുടെ ഗുഡ് ഫെയ്ത്തിലുള്ള പ്രവൃത്തി പോലും ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് രഹസ്യങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞത് എല്ലാ ലോക്കപ്പുകളിലും CCTV സ്ഥാപിക്കണം. ഈ CCTV ജനപ്രതിനിധികൾക്കുൾപ്പെടെ മേലുദ്യോഗസ്ഥർക്കുൾപ്പെടെ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുക തന്നെ വേണം. മറിച്ച് ജനാധിപത്യത്തിൽ രഹസ്യങ്ങൾ പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ല. അപ്പോൾ സാർ അങ്ങനെയാണെങ്കിൽ അതങ്ങനെ പോട്ടെ, എന്തായാലും തീർച്ചയായിട്ടും സുതാര്യമായിരിക്കണം, അതിന് സംശയമേ ഇല്ല. ജനാധിപത്യത്തിൽ അതാണ്, സുതാര്യതയാണ് ഏറ്റവും വലിയ അടയാളം. ഈ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ സാധാരണ മനുഷ്യർക്കും ഉന്നത സ്ഥാനീയരായ ആളുകൾക്കും ചിലപ്പോൾ രണ്ട് തരത്തിലായിട്ട് ബാധിക്കാറുണ്ട്. ഉദാഹരണത്തിന് മനുഷ്യാവകാശ സംഘടനകൾ ധാരാളമുണ്ട്, ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. അത് നാഷണൽ ബേസിലുണ്ട്, സ്റ്റേറ്റ് ബേസിലുണ്ട്, ഒക്കെയുണ്ട്. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മനുഷ്യാവകാശ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും ഭാഗത്ത് നിന്നിട്ട് അതിൽ ചിലപ്പോൾ ചില സാമൂഹ്യ ചൂഷണങ്ങളും ഉണ്ടാകാറുണ്ട്. എൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: ഇത്തരത്തിൽ സംഘടനകളും അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിൻ്റെ നിയമപ്രാബല്യവും ശരിക്കും സാധാരണപ്പെട്ടവന് എത്രത്തോളം പ്രാപ്യമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഉന്നതർക്ക് എത്രത്തോളം അവർക്ക് സുഖപരമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, അതിൻ്റെ അന്തരമാണ്, അതിൻ്റെ പരിഹാരമാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞത് ഞാൻ പറയാം. 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടി എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ജനാധിപത്യം അത്രത്തോളം വേരുറച്ച ഒരു സമൂഹമല്ല. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തത് പരിപൂർണമായും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സമൂഹമാണ്. പക്ഷേ നമ്മുടെ ഭരണഘടന ജനാധിപത്യത്തിൽ നിൽക്കുകയും ഇന്ത്യൻ സമൂഹം ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ സമൂഹമല്ല. വാസ്തവത്തിൽ ഇന്ത്യൻ ജനത ഒരു മുതലാളിത്ത ലോകത്തിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ ഫ്യൂഡൽ ലോകത്തിൽ പൂർണ്ണമായി വിട്ടിട്ടുമില്ല. ഇതിൻ്റെ ഇടയിലുള്ള ഒരു സമൂഹമാണ്. ഇവിടെ വാസ്തവത്തിൽ പണാധിപത്യമാണ് ഉള്ളത്. സാർ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു എലക്ഷൻ വരുമ്പോൾ നമ്മൾ വിവിധ പാർട്ടികൾ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, പലരും ഉണ്ട്. അവരേറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആയി കൊടുക്കുന്നത് ഈ സ്ഥാനാർത്ഥി എത്രത്തോളം സേവന തൽപരനാണെന്നോ, എത്രത്തോളം സൽഗുണസമ്പന്നനാണെന്നോ, എത്രത്തോളം വിദ്യാഭ്യാസമുള്ളവനാണെന്നോ, എത്രത്തോളം നല്ല ക്വാളിറ്റിയുള്ള ആളോ എന്നുള്ള ഇതിനൊക്കെ പകരം ഇയാൾ ഏത് ജാതിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇന്നും, ഈവൻ ഇൻ കേരള. അപ്പോൾ ജാതിക്ക് ആധിപത്യമുള്ളതും പണത്തിന് ആധിപത്യമുള്ളൊരു സമൂഹം ആണ്, അവർക്ക് പരമപ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. സ്വാഭാവികമായിട്ടും എന്ത് ഗുണഫലവും പണമുള്ളവനുണ്ടാവുകയും പണമില്ലാത്തവന് അവൻ അർഹിക്കുന്ന യാതൊരു അവകാശങ്ങളും കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യവും ഈ നാട്ടിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പൗരസ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സാർ, എന്തായാലും എന്നെ സംബന്ധിച്ച് നല്ല ഒരു ഉത്തരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ രാജ്യങ്ങൾ ഉള്ള കാലത്തോളം അവസാനിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തീർത്തും നിർത്താതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ മനുഷ്യാവകാശ ലംഘനം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിയമപരം പോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലേക്ക് വരെ ആയിട്ടുണ്ട്. ഇനിയും അതിനെ വർദ്ധിക്കാനാണ് സാധ്യത. ഇന്ത്യയിൽ ഈ മനുഷ്യാവകാശ പ്രശ്നത്തിൽ ഇപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും നിറമാണ് കൂടുതൽ കൊടുക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള അന്തരങ്ങളിലേക്കാൾ ഉപരി ജാതിക്കും മതത്തിനും അത്തരത്തിലുള്ള വൈജാത്യങ്ങളെ മനുഷ്യരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത്. എന്ത് പ്രതീക്ഷയാണ് ഇന്ത്യയിലും കേരളത്തിലും സാധാരണ മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് ഇനിയുള്ള കാലത്തിലേക്ക് ഏത് പ്രതീക്ഷയിലാണ് സാർ സാധാരണക്കാരൻ വെയിറ്റ് ചെയ്യേണ്ടത്? ഒരു ഇന്ത്യ പോലെ പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പാർലമെന്ററി ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പൗരസ്വാതന്ത്ര്യങ്ങൾ പാലിക്കപ്പെടണമെങ്കിൽ അതിൽ വളരെ അടിസ്ഥാനപരമായിട്ട് നിൽക്കേണ്ട ഒരു സംഭവമാണ് സാമൂഹ്യ നീതി എന്ന് പറയുന്നത്. ഇവിടെ സാമൂഹ്യ നീതി ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതൊരു വലിയ ഒരു ബുദ്ധിജീവിയുടെ നിർവചനം പോലെ എടുക്കാതെ വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ കേരളത്തിൻ്റെ സിനാരിയോ, നമ്മൾ ഇന്ത്യൻ സിനാരിയോ കളഞ്ഞു കേരളത്തിൻ്റെ സിനാരിയോ നോക്കിയാൽ, കേരളത്തിൻ്റെ സിനാരിയോ പരിശോധിച്ചാൽ ഒരു 52% ഹിന്ദു സമൂഹവും ബാക്കി 48% മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന സമൂഹമുള്ള ഒരു ഇതാണ്. അതായത് കേരളത്തിൽ 4/1 ജനസംഖ്യ മുസ്ലിം ജനസംഖ്യയുള്ളത്. എന്തുകൊണ്ടാണ് കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ നെറ്റി കുടിക്കുന്നത്? അതെന്തുകൊണ്ട് അസാധ്യമായി വരുന്നു? ഈ CPM പോലെ ഒരു വലിയ പാർട്ടി അതിൻ്റെ ഏറ്റവും പരമോന്നത സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മുസ്ലിം എന്തുകൊണ്ട് കടന്നു വരുന്നുണ്ട്? എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുകയും നെഹ്റൂവിയൻ സോഷ്യലിസത്തിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം കടന്നു വരാത്തത്? അപ്പോൾ നമ്മൾ ബോധപൂർവം ഒരു സമൂഹത്തെ അപരവൽക്കരിക്കുകയും
അവരെ സാമൂഹ്യ നീതിയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ജനാധിപത്യം സംസാധ്യമല്ല എന്നുള്ളതാണ്. ഇപ്പൊ ജനാധിപത്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അംബേദ്കർ വളരെ അർത്ഥവത്തായി പറയുന്ന ഒരു കാര്യമുണ്ട്. ജനാധിപത്യം സാധ്യമാവണമെങ്കിൽ സാഹോദര്യം സാധ്യമാവണം. ഞാൻ സാറിനെ സഹോദരനായി കരുതികൊണ്ട് മാത്രമേ എനിക്ക് തുല്യനായിട്ട് അങ്ങേ പരിഗണിക്കാൻ കഴിയൂ. എന്നോളം അന്തസ്സുള്ള ആളാണ് സാറെന്ന് എനിക്ക് വിചാരിക്കണമെങ്കിൽ ഞാൻ സാറിനെ സാഹോദര്യഭാവത്തോടെ കാണണം. ഇവിടെ സാമൂഹ്യ നീതി സാഹോദര്യത്തിന്റെ അടിത്തറയിൽ നിൽക്കുന്നതാണ്. അതായത് എൻ്റെ അവകാശവും എൻ്റെ അധികാരവും നിങ്ങൾക്കും ആ ആൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഇല്ലെങ്കിൽ സാമൂഹ്യ നീതിയിൽ അടിസ്ഥാനപ്പെടുത്തിയ, സാഹോദര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ, ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന ധാരാളം സംഘടനകളും വ്യക്തികളും പ്രവർത്തനങ്ങളും കൂട്ടായ്മകളും ഉണർന്നു വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വിഷയത്തെ പരിഹരിക്കാൻ കഴിയും. അതൊരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ്സല്ല, ദീർഘകാലമായി നടക്കുന്ന പ്രോസസ്സാണ്, നടക്കേണ്ടുന്ന പ്രോസസ്സാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രതീക്ഷിക്കാം, പ്രതീക്ഷകളാണ്. ജനാധിപത്യവും മതേതരത്വവും മനുഷ്യാവകാശവും ഒക്കെ നിലവിലുള്ളതിനേക്കാൾ ഭംഗിയായി വെളിച്ചപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റില്ല. ഇന്ത്യൻ ജനതയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഉള്ളത് ഇന്ത്യൻ ജനതയെ കുറിച്ച് പറയും. ഇന്ത്യൻസ് വർ നോട്ട് അഗ്രസീവ്, ദേ ആർ പാസീവ് ആൻഡ് മെഡിറ്റേറ്റീവ്. ധ്യാനനിരതന്മാരായ പാവങ്ങളാണ് ഇന്ത്യക്കാരെന്നാണ് പറയുന്നത്. പക്ഷെ നോക്കൂ സർ, ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാർക്ക് നേരെ 90 വർഷത്തിലധികം പോരാടിയ പാരമ്പര്യം ഇന്ത്യക്കാർക്കുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപായി ലഹള മുതൽ 1947 വരെയുള്ള 90 വർഷത്തെ പോരാട്ട പാരമ്പര്യം ഇന്ത്യൻ ജനതയ്ക്കുണ്ട്. അതിനുശേഷം പിന്നീട് നോക്കിയാൽ അറിയാം സാർ, നമുക്ക് ഇന്ത്യൻ ഭരണഘടന എപ്പോഴെല്ലാം വെല്ലുവിളിക്കപ്പെട്ടിട്ടുണ്ടോ, ഇന്ത്യൻ ജനാധിപത്യം എപ്പോഴെല്ലാം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ, അതിനെതിരെ ഇന്ത്യയിലെ നിരക്ഷരരായ മനുഷ്യർ തെരുവിലിറങ്ങുകയും ഭരണഘടനയെ ശരിവെക്കുകയും ശരിയല്ലാത്തവരെ തിരുത്തുകയും നീക്കം ചെയ്യുകയും ചെയ്ത പാരമ്പര്യം നമുക്കുണ്ട്. അടിയന്തരാവസ്ഥ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഒരു വിഷയം, ഈ ഹിന്ദു ഫാസിസം എന്ന് പറയുന്നത്, ഈ യൂറോപ്യൻ ഫാസിസം എന്ന് പറയുന്നത് ഒരു മൈതാനത്തിൽ കിടക്കുന്ന നിറമുള്ള പാമ്പാണ്. പക്ഷെ ഹിന്ദു ഫാസിസം എന്ന് പറയുന്നത് പച്ചപ്പുല്ലിൽ കിടക്കുന്ന പച്ചലപ്പാമ്പാണ്. നമുക്കിതിനെ തിരിച്ചറിയാൻ സാധ്യമല്ല. കാരണം അതിൻ്റെ പ്രധാന ടൂൾ മതമാണ്. അത് ഒരു മതത്തെ ഉപയോഗിച്ചുകൊണ്ടും മതവിശ്വാസങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ടും ആ മതത്തിൻ്റെ അടയാളങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് ഈ മതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് സാധാരണക്കാരായ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്തുന്നതുകൊണ്ട് ഇതിൽ നിന്നുള്ള രക്ഷ പ്രായേണ ദുഷ്കരമാണ്. പക്ഷെ ഇന്ത്യ വിൽ ഓവർകം. അപ്പോൾ പ്രിയരെ നിർത്തുകയാണ്. ഹ്യൂമൻ റൈറ്റ്സ് വിഷയം എന്ന് വെച്ചാൽ ശിബു സാറിൻ്റെ വർത്തമാനത്തിൽ തന്നെ ഇത് അന്തമില്ലാത്തൊരു സബ്ജക്റ്റാണ്. ഈ ഒരു നേരം കൊണ്ട് ഇതൊന്നും വർത്തമാനം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പ്രേക്ഷകരുടെ സമയത്തിൻ്റെയൊക്കെ വിലയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തിലും ലോകത്തുമൊക്കെ ഒരു നല്ല രീതിയിലുള്ള മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നേതാക്കന്മാർ, അതിനനുസൃതമായിട്ടുള്ള രാജ്യ സംവിധാനം ഉയർന്നു വരുമെന്ന ശുഭപ്രതീക്ഷയോടെ ഡിസംബർ 10 എന്നുമെന്നും ഡിസംബർ 10 ഓരോ മനുഷ്യൻ്റെ അവകാശങ്ങളെയും അപരൻ മാനിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു ചിന്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്.